ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ ഫോമായ IMM 5709E എന്ന് പറയുന്ന ഫോം എങ്ങനെ ഫില്ല് ചെയ്യാം എന്നുള്ളതാണ്. അതായത് കണ്ടില്ലേ, ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻസ് എക്സ്റ്റെൻഡ് മൈ സ്റ്റേ ഓർ റിമൈനിങ് കാനഡ ആസ് എ സ്റ്റുഡൻറ്റ്. അതായത് നമ്മൾ കാനഡയിൽ ഇപ്പോൾ ഒരു 1 ഇയർ കോഴ്സ് എടുത്ത് പഠിക്കാൻ വന്നു, നമ്മൾ വീണ്ടും വേറൊരു കോഴ്സ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. അന്നേരം നമുക്ക് ഈ ഫോമാണ് വരുന്നത്. ഇതാണ് ഫില്ല് ചെയ്ത് IRCയുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിയർ ഒക്കെ എങ്ങനെ ഫില്ല് ചെയ്യുന്നത് പറഞ്ഞു, ഈ ഫോമിലേക്ക് എത്തിപ്പെടുന്ന രീതിയും പറഞ്ഞായിരുന്നു. ഈ ഫോം എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതും എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മേളിലൂടെ ഹൈലൈറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള സാധനങ്ങൾ അതിൽ നമ്മളിവിടെ ഹൈലൈറ്റ് ചെയ്ത് റെഡ് കളറിൽ കാണിക്കും. ഈ സ്റ്റാർ ഇട്ടേക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ നമ്മൾ മാൻഡേറ്ററി ആയിട്ട് ഫില്ല് ചെയ്യേണ്ട കോളം എന്ന് പറയുന്നത്. അപ്പോൾ അതെല്ലാം റെഡ് കളർ ഇങ്ങനെ കാണിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അത് എന്നാൽ പോലും നമുക്ക് കുറച്ച് അല്ലാത്ത കാര്യങ്ങളും റെഡ് കളറിൽ കാണിക്കാത്തത് ഫില്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ ഈ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് നിങ്ങൾ കാണുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളതിന്റെ ക്വസ്റ്റ്യനിയർ എങ്ങനെ ചെയ്യാന്നുള്ളതിന്റെ വീഡിയോ ഉണ്ട്, അത് കയറി കണ്ടു നോക്കുക. അതിന്റെ ബാക്കിയായിരിക്കും ഈ ഫോം. അല്ല, നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കാണാം. ഓക്കെ, അതിനാദ്യം തന്നെ ഞാൻ ആൾറെഡി ഇത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ കൂടുതൽ സമയം എടുക്കും. അപ്പോൾ വീഡിയോ കുറച്ച് കൂടുതൽ ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ട് ഞാൻ ആൾറെഡി ഇത് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുക, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. ആദ്യം തന്നെ UC നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് ഉണ്ടല്ലോ, സ്റ്റഡി പെർമിറ്റിന്റെ ഏറ്റവും മേളിൽ ആ പേപ്പറിന്റെ ഏറ്റവും മേളിൽ റൈറ്റ് സൈഡിൽ കാണാം ഈ നമ്പർ. അപ്പോൾ അത് തെറ്റാതെ നിങ്ങൾ അടിച്ചു കൊടുത്ത് നോക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് I want to serve in English. ഫ്രഞ്ചും ഉണ്ട് ഇംഗ്ലീഷും ഉണ്ട്, ഞാനിത് ഇംഗ്ലീഷാണ് കൊടുക്കുന്നത്, അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് കൊടുക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് I am applying for one or more of the following. ഇതിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് അപ്ലൈ ഫോർ എ സ്റ്റഡി പെർമിറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം ഓർ എക്സ്റ്റെൻഡ് മൈ സ്റ്റഡി പെർമിറ്റ്. അപ്പം അതായത് നിങ്ങൾ ഫസ്റ്റ് ടൈം നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന സമയത്തും ഈ ഫോമാണ് വരുന്നത്. അതുപോലെ തന്നെ ഇൻസൈഡ് കാനഡ വന്നതിന് ശേഷം ഒരു കോഴ്സ് കഴിഞ്ഞ് രണ്ടാമത്തെ കോഴ്സിലോട്ട് പോകുമ്പോഴും നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴും ഈ കോളമാണ് നിങ്ങൾ ടിക്ക് ചെയ്യേണ്ടത്. അതിൽ റീസ്റ്റോർ മൈ സ്റ്റാറ്റസ് ആസ് എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് ക്ലിക്ക് ചെയ്യേണ്ട ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആയിപ്പോയി. ഇപ്പം 30 ദിവസത്തിനുള്ളിൽ, സ്റ്റഡി പെർമിറ്റ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ കൊടുത്തിട്ടില്ല, നിങ്ങൾ അറിഞ്ഞില്ല, അപ്പം എക്സ്പയർ ആയിപ്പോയെന്ന് വെച്ചു. എക്സ്പയർ ആയിപ്പോയി കഴിഞ്ഞ് എനിക്ക് 90 ദിവസമാണെന്ന് തോന്നുന്നു. 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാറ്റസ് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് വീണ്ടും സ്റ്റുഡൻറ്റിലേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ ഇത് ടിക്ക് ചെയ്യുക. ഇത് ടിക്ക് ചെയ്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഇത് രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കണം. ആക്ച്വലി ഈ കേസിൽ ഞാൻ നമ്മുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആയിട്ടില്ല. നോർമലി എല്ലാ സ്റ്റുഡൻസും കാനഡയിൽ അവരുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് ചെയ്യും. അപ്പോൾ ഈ റീസ്റ്റോർ മൈ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ എക്സ്ട്രാ ഒരു പേയ്മെന്റ് ഉണ്ട്. അത് നമ്മൾ ആ വീഡിയോയിൽ ക്വസ്റ്റ്യനെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ റീസ്റ്റോർ സ്റ്റാറ്റസ്. അപ്പോൾ അവിടെ എസ് കൊടുത്തിട്ട് വേണം ഇത് നമ്മൾ ടിക്ക് ചെയ്യാൻ. ഓക്കെ, ദെൻ രണ്ടാമതെന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇത് നമ്മുടെ സ്റ്റഡി പെർമിറ്റ് ഉണ്ടല്ലോ, ആ സ്റ്റഡി പെർമിറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യുക. ഞാനിവിടെ ജസ്റ്റ് റാൻഡം ആയിട്ട് ചുമ്മാ ഒരു പേര് എടുക്കുകയാണ്, കുട്ടു എന്ന് പറഞ്ഞു കൊടുത്തു. ഗിവൺ നെയിം പാപ്പൻ എന്ന് പറഞ്ഞു കൊടുത്തു. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഹാവ് യു എവർ യൂസ്ഡ് എനി അതർ നെയിം? നോ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും വേറെ പേര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എസ് കൊടുക്കുക, അതുകൂടെ എക്സ്പ്ലനേഷൻ കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ നോ കൊടുത്തു. നമ്മൾ താപ്പോട്ട് വരുമ്പം അടുത്ത് വയ്ക്കുന്ന സെക്സ് ആണ്. ഞാൻ ഇവിടെ മെയിൽ കൊടുത്തു, നിങ്ങളുടെ സെക്സ് കൊടുക്കുക. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ റാൻഡമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തു. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ പാസ്പോർട്ടിൽ നോക്കിയിട്ട് തെറ്റാതെ തന്നെ കൊടുക്കുക. പിന്നെ പ്ലേസ് ഓഫ് ബർത്തും അത് പാസ്പോർട്ടിലുണ്ട്, അത് നോക്കി കൊടുക്കുക. ഞാൻ ഇവിടെ 12 കൊടുത്തു. പിന്നെ കൺട്രി ഞാൻ ഇന്ത്യ കൊടുത്തു. സിറ്റിസൺഷിപ്പ് ഇന്ത്യ ആണ് കൊടുത്തത്. അടുത്തെന്ന് പറയുന്നത് കറണ്ട് കൺട്രി ഓർ ടെറിട്ടറി ഓഫ് റെസിഡൻസ്. അപ്പോൾ നിങ്ങൾ ഇൻസൈഡ് കാനഡയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ, ഇപ്പോൾ കാനഡയ്ക്കുള്ളിലാണ്, എന്നിട്ടാണ് നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കാനഡ കൊടുക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇൻസൈഡ് കാനഡയിൽ തന്നെയാണ് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് കാനഡ കൊടുത്തു. സ്റ്റാറ്റസ് ഇവിടെ സ്റ്റുഡൻ്റ് ആണ് കൊടുത്തത്. സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ സ്റ്റുഡൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ദെൻ നമ്മുടെ ഫ്രമും ടൂവും കൊടുക്കണം. ഈ ഫ്രം എന്ന് പറയുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണ് കാനഡയിൽ വന്നത്, ഫസ്റ്റ് നിങ്ങൾ ഏതെങ്കിലും ഒരു എയർപോർട്ടിലായിരിക്കും ലാൻഡ് ചെയ്തത്. അപ്പോൾ ആ എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത ദിവസം ഉണ്ടല്ലോ, ആ ദിവസമാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തതല്ല. ടൂ എന്ന് പറയുന്നത് നിങ്ങൾ നിലവിലെ സ്റ്റഡി പെർമിറ്റ് എന്ന് വരെയാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇപ്പം എക്സ്പയർ ആവുന്നതിന് 30 ദിവസം മുമ്പായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം രണ്ടാമത്തെ കോഴ്സ് എടുക്കുമ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ നിലവിലൊരു സ്റ്റഡി പെർമിറ്റ് കൈ കാണുമല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ എക്സ്പയറി ഡേറ്റ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. ദെൻ അടുത്തെന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രീവിയസ് കൺട്രീസ് ഓർ ടെറിട്ടറീസ് ഓഫ് റെസിഡൻസ്. അപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ടുണ്ടെങ്കിൽ, അവിടെ പോയിട്ട് 6 മാസത്തിനുള്ളിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അത് കൊടുക്കണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ റാൻഡമായിട്ട് ബെഹറിനിൽ നിന്ന് കൊടുത്തു. ഈ പുള്ളിക്കാരൻ ബെഹറിനിൽ പോയിട്ടുണ്ടായിരുന്നു, അത് വർക്കറായിട്ടാണ് പോയത്. അപ്പം അവിടെ താമസിച്ച സമയത്ത് ഫ്രം എന്നാണ് നിങ്ങൾ ബെഹറിനിൽ ലാൻഡ് ചെയ്തത്, പിന്നെ അവിടെ നിന്ന് എന്നാണ് നിങ്ങൾ ലീവ് ചെയ്തത്, ആ ഡേറ്റ് ഇവിടെ കൊടുക്കുക. ഇങ്ങനെ ഒരു ഓപ്ഷൻ എല്ലാവർക്കും വരണമെന്നില്ല, ഉണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. ഗൾഫിലൊക്കെ ജോലി ചെയ്തിട്ട് ഇവിടെ കാനഡയിൽ പഠിക്കാൻ വരുന്ന ഒത്തിരി പേരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരപ്പെടും. അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് റാൻഡമായിട്ട് കൊടുത്തതാണ്. അടുത്തെന്ന് പറയുന്നത് യുവർ കറണ്ട് മാരിറ്റൽ സ്റ്റാറ്റസ്. നിങ്ങൾ മാരീഡ് ആണെങ്കിൽ മാരീഡ് കൊടുക്കുക, അല്ലെങ്കിൽ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ കൊടുക്കുക. മാരീഡ് ആയ ഡേറ്റ് ചോദിക്കുന്നുണ്ട്, അത് കൊടുക്കുക. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്പൗസിന്റെ ഫാമിലി നെയിം ചോദിക്കുന്നുണ്ട്, അത് നിങ്ങളുടെ സ്പൗസിന്റെ പേര് കൊടുക്കുക. ഞാൻ ഇവിടെ സുലോചന ചുമ്മാ കൊടുത്തതാണ്. പിന്നെ ഗിവൺ നെയിം കൊടുത്തു, അത് പാസ്പോർട്ടിൽ നോക്കി തന്നെ തെറ്റാതെ കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ചെറിയൊരു ക്വസ്റ്റൻ ഉണ്ട് കണ്ടോ. ഇഫ് യു ആർ മാരീഡ് ഓർ ഇൻ എ കോമൺ ലോ റിലേഷൻഷിപ്പ്, ഈസ് യുവർ സ്പൗസ് ഓർ കോമൺ ലോ പാർട്ട്ണർ എ കനേഡിയൻ സിറ്റിസൺ ഓർ എ പെർമനന്റ് റെസിഡൻസ്? അല്ല, അതുകൊണ്ട് നോ കൊടുക്കുക. നേരെ താഴെ വരിക. അടുത്ത ക്വസ്റ്റൻ എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. ഇത് കണ്ടില്ല, ഇവിടെ നമുക്ക് ആപ്ലിക്കൻ നെയിം നമ്മൾ കൊടുത്ത പേര് ഇവിടെ കാണാൻ പറ്റും, കുട്ടു പി. ഞാൻ കൊടുത്തത് കുട്ടു പാപ്പൻ എന്നാണ്, അതുകൊണ്ടാണ് കുട്ടു പി വന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്ത പേര് ഇവിടെ വന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്.
അതിൽ ഹാവ് യു പ്രീവിയസ്ലി ബീൻ മാരീഡ് ഓർ ഇൻ എ കോമൺ ലോ റിലേഷൻഷിപ്പ്, നോ ആണ്, നോ കൊടുത്തു. നെക്സ്റ്റ് ലാംഗ്വേജ് ആണ്, ലാംഗ്വേജ് നിങ്ങളുടെ നേറ്റീവ് ലാംഗ്വേജ് കൊടുക്കുക, ഞാൻ മലയാളം കൊടുത്തു. നെക്സ്റ്റ് ആർ യു ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഓർ ഫ്രഞ്ച്, അപ്പോൾ ഇംഗ്ലീഷ് ആണ്, ഇംഗ്ലീഷ് കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാവ് യു ടേക്കൺ എ ടെസ്റ്റ് ഫ്രം എ ഡെസിഗ്നേറ്റഡ് ടെസ്റ്റിംഗ് ഏജൻസി, അതായത് നമ്മൾ IELTS അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇംഗ്ലീഷ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കാനഡയിൽ പഠിക്കാൻ വരുന്ന എല്ലാവരും ആൾമോസ്റ്റ് എല്ലാവരും IELTS എഴുതിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ IELTS സെൽഫിപ്പോ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയവരായിരിക്കും, അതുകൊണ്ട് ഇവിടെ എസ് കൊടുക്കുക. നെക്സ്റ്റ് പാസ്പോർട്ട് നമ്പർ ആണ്, ഇത് റാൻഡമായിട്ട് ആണ് കൊടുത്തതാണ്. നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ നിങ്ങൾ തെറ്റാതെ പാസ്പോർട്ട് നോക്കി കൊടുക്കുക. ദെൻ കൺട്രി ഓർ ടെറിട്ടറി ഓഫ് ഇഷ്യൂ, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തേക്കുന്ന ഇന്ത്യയാണ്, അപ്പോൾ ഇന്ത്യ കൊടുത്തു. അതുപോലെ തന്നെ ഇഷ്യൂ ഡേറ്റ് നമ്മൾ പാസ്പോർട്ട് നോക്കി കൊടുക്കുക, പാസ്പോർട്ടിന് എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. ഇവിടെ ഒന്നും ചോദിക്കുന്നില്ല, നേരെ താഴെ വന്നിട്ട് അടുത്തത് നാഷണൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ്, ഇത് മാൻഡറ്ററി അല്ല, പക്ഷേ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഡു യു ഹാവ് എ നാഷണൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ്, ഞാൻ ഇവിടെ നോ ആണ് കൊടുത്തത്. നിങ്ങൾ എസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ റെഡ് കളറിൽ വരും. അപ്പോൾ ആധാർ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കാൻ പറ്റും. ആധാർ കാർഡിന് എക്സ്പയറി ഡേറ്റ് ഇല്ല, അപ്പോൾ ആധാർ കാർഡ് നമ്പർ ഡോക്യുമെന്റ് നമ്പറും കൊടുക്കുക. കൺട്രി ടെറിട്ടറി ഓഫ് ഇഷ്യൂ എന്ന് പറയുന്നത് ഇന്ത്യ കൊടുക്കുക, എന്നിട്ട് ഇഷ്യൂ ഡേറ്റ് കൊടുക്കുക, എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ പാസ്പോർട്ട് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്താലും മതി. പാസ്പോർട്ട് ഒരു നാഷണൽ ഐഡന്റിറ്റി ഡോക്യുമെന്റ് ആണ്, അതും കൊടുക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ നോ കൊടുത്തു, കാരണം അത് മാൻഡറ്ററി അല്ലല്ലോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് കോൺടാക്ട് ഇൻഫർമേഷൻ ആണ്, അതിൽ കറണ്ട് മെയിലിംഗ് അഡ്രസ്സ്, അതായത് നിങ്ങൾക്ക് ഈ സ്റ്റഡി പെർമിറ്റ് അപ്രൂവ് ആയ സ്റ്റഡി പെർമിറ്റ് നിങ്ങൾക്ക് അയച്ചു തരണം. അപ്പോൾ അതിനുള്ള അഡ്രസ്സാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ തെറ്റരുത്, അഡ്രസ്സ് കൊടുക്കുന്ന സമയത്ത് മെയിൽ ചെയ്യാനുള്ള അഡ്രസ്സാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ യൂണിറ്റ് നമ്പർ കൊടുക്കുക. അപ്പോൾ അപ്പാർട്ട്മെന്റ് ആണെങ്കിൽ യൂണിറ്റ് നമ്പർ കാണും, ഹൗസ് ആണെങ്കിൽ ഒരു വീട് നമ്പർ കാണും, ആ നമ്പർ ഇവിടെ കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ സ്ട്രീറ്റ് നമ്പർ ഇവിടെ കൊടുക്കുക. പിന്നെ സ്ട്രീറ്റ് നെയിം കൊടുക്കുക, ഞാൻ ഇവിടെ കിങ് സ്ട്രീറ്റിൽ ചുമ്മാ കൊടുത്തതാണ്. പിന്നെ നിങ്ങളുടെ സിറ്റി കൊടുക്കുക, ഞാൻ ലണ്ടൻ കൊടുത്തു. കൺട്രി ഓഫ് ടെറിട്ടറി എന്ന് പറയുന്നത് കാനഡയാണ്, കാനഡ കൊടുത്തു. പ്രൊവിൻസ് ഒണ്ടാരി കൊടുത്തു. പിന്നെ പോസ്റ്റൽ കോഡ് നിങ്ങളുടെ അവിടുത്തെ പോസ്റ്റൽ കോഡ് നോക്കി കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ അഡ്രസ് ആണ്, സെയിം ആസ് മെയിലിംഗ് അഡ്രസ്. അങ്ങനെ ആണെങ്കിൽ എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ കൊടുക്കുക. കാരണം ഇത് നിങ്ങൾ റെസിഡൻഷ്യൽ അഡ്രസ് എന്ന് വെച്ചാൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലവും മെയിലിംഗ് അഡ്രസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് അയച്ചേണ്ട സ്ഥലമാണ്. അപ്പം ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാ കേസിലും ഇത് രണ്ടും ഒന്ന് തന്നെ ആവും. അല്ല അപ്പോൾ നിങ്ങൾ താമസിക്കുന്നിടത്ത് ഈ പറഞ്ഞ സ്റ്റഡി പെർമിറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത് സേഫ് ആയിട്ട് തോന്നുന്നില്ല, നിങ്ങൾക്കെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയോ അല്ലെങ്കിൽ റിലേറ്റീവ്സിൻ്റെയോ ആണെങ്കിലും വീട് സേഫ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവർ അഡ്രസ്സ് നിങ്ങൾ മെയിലിംഗ് അഡ്രസ്സിൽ കൊടുത്തുകൊണ്ട് നിങ്ങൾ കറന്റ് താമസിക്കുന്ന അഡ്രസ്സ് ഇവിടെ കൊടുക്കാം, നോ കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റും. ഇത് രണ്ടും ഈ സെയിം ആവണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ മോസ്റ്റ്ലി എല്ലാവരുടെയും കേസിൽ സെയിം ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ എസ് കൊടുത്തത്. അടുത്ത ടെലിഫോൺ നമ്പർ ഇവിടെ ടിക്ക് ചെയ്യുക, കാനഡ US എന്നുള്ളത് ടിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ടൈപ്പ് സെല്ലുലാർ കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ തെറ്റാ അവിടെ കൊടുക്കുക. വേണമെങ്കിൽ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പർ ഇവിടെ ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒന്നേ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് അവിടെ ടിക്ക് ചെയ്യാത്തത്. ഓക്കെ, ഇത് തെറ്റിക്കില്ല ഒരിക്കലും. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിളിച്ചു വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇമെയിൽ അഡ്രസ് ഉണ്ട്. ഇമെയിൽ അഡ്രസ് നിങ്ങൾ ഞാൻ ഇവിടെ ആണെങ്കിൽ kutupapan@gmail.com ചുമ്മാ കൊടുക്കുകയാണ്. നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ് ഇവിടെ കൊടുക്കുക. പിന്നെ തൊട്ട് താഴെ വരുമ്പോൾ കമ്മിങ് ടു കാനഡ എന്നാണ്. ഡേറ്റ് ആൻഡ് പ്ലേസ് ഓഫ് യുവർ ഒറിജിനൽ എൻട്രി ടു ദ കാനഡ. ഈ ഡേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ആദ്യം ഇവിടെ ഡേറ്റ് കൊടുത്തായിരുന്നു, ഞാൻ പറഞ്ഞ സ്റ്റഡി പെർമിറ്റിന്റെ ഡേറ്റ് ഇവിടെ കറണ്ട് കൺട്രി ഓഫ് ടെറിട്ടറി ഓഫ് റെസിഡൻസ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കാനഡ ലാൻഡ് ചെയ്ത ദിവസമാണിത്. ആ ഡേറ്റ് ഞാൻ ഇവിടെയും കൊടുക്കേണ്ടത്. ഡേറ്റ് ഓഫ് യുവർ ഒറിജിനൽ എൻട്രി ടു ദ കാനഡ. അപ്പോൾ നിങ്ങൾ കാനഡയിൽ ആദ്യമായിട്ട് എൻട്രി ആയ ദിവസമാണ് ചോദിക്കുന്നത്, അതുകൂടെ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്ന പ്ലേസ്, ഏത് എയർപോർട്ടിലാണ് നിങ്ങൾ വന്നത് അതാണ് ഇവിടെ കൊടുക്കേണ്ടത്, അത് കൊടുത്തു. ദ ഒറിജിനൽ പർപ്പസ് ഓഫ് യുവർ കമ്മിങ് ടു കാനഡ എന്ന് പറയുന്നത് സ്റ്റഡിയാണ്, വേറെ ഒന്നുമല്ല നമ്മുടെ. അപ്പോൾ നമ്മൾ സ്റ്റഡി കൊടുത്തു. നേരെ അതെല്ലാം കഴിഞ്ഞ് താഴെ വരിക. താഴെ വന്നിട്ട് ഡീറ്റെയിൽസ് ഓഫ് ഇന്റൻഡഡ് സ്റ്റഡി ഇൻ കാനഡ. അപ്പോൾ ഏത് നിങ്ങൾ കോളേജ്, നെയിം ഓഫ് സ്കൂൾ എന്ന് പറയുന്നത് നിങ്ങളുടെ കോളേജ് കൊടുക്കുക. ഞാനിവിടെ ഫാഷൻ കോളേജാണ് കൊടുത്തത്. അതിനുശേഷം എന്ത് മൈ ലെവൽ ഓഫ് സ്റ്റഡി വിൽ ബി, അപ്പോൾ ഏത് ലെവൽ ഓഫ് സ്റ്റഡി ആണ് നിങ്ങളുടേത്. അപ്പം ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്, അത് നിങ്ങൾ തെറ്റാതെ കൊടുക്കുക. ഇപ്പോൾ പ്രൈമറി സ്കൂളുണ്ട്, സെക്കൻഡറി സ്കൂളുണ്ട്, പിന്നെ അങ്ങനെ ടെക്നിക്കൽ ഉണ്ട്, പ്രീ യൂണിവേഴ്സിറ്റി ഉണ്ട്, കോളേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്, കോളേജ് ഡിപ്ലോമ ഉണ്ട്, കോളേജ് അപ്ലൈഡ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കോഴ്സ് എന്തായാലും നിങ്ങൾക്ക് അറിയാമല്ലോ ഏത് ലെവൽ ഓഫ് സ്റ്റഡി ആണെന്നുള്ളത്, അതോടെ കൊടുക്കുക. ഇപ്പോൾ നോർമലി ഞാൻ ഇവിടെ കൊടുത്തത് കോളേജ് സർട്ടിഫിക്കറ്റ് ആണ് കൊടുത്തത്. പിന്നെ നെക്സ്റ്റ് മൈ ഫീൽഡ് ഓഫ് സ്റ്റഡി വിൽ ബി, ഇതിൽ നിങ്ങളുടെ ഫീൽഡ് ഓഫ് സ്റ്റഡി എന്താണെന്നുള്ളത്. ഹെൽത്ത് ഉണ്ട്, ലോ ഉണ്ട്, ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, സയൻസ് ഉണ്ട്, ട്രേഡ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്, ജനറൽ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സംഭവങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ലെങ്കിൽ താപ്പോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കും, ഒന്നും കിട്ടുന്നില്ലെങ്കിൽ അതേഴ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും, അല്ല അതേഴ്സ് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ദ അഡ്രസ് ഓഫ് സ്കൂൾ ഇൻ കാനഡ. പ്രൊവിൻസ് ഏതാണെന്ന് കൊടുക്കുക, ഏത് സിറ്റിയിലാണ് നിങ്ങളുടെ കോളേജ് ഉള്ളതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ലണ്ടൻ കൊടുത്തു. അഡ്രസ്സ് അത് നിങ്ങൾ കോളേജിൻ്റെ വെബ്സൈറ്റിൽ പോയി നോക്കി ഞങ്ങൾക്ക് അഡ്രസ്സ് കാണാൻ പറ്റും. ആ അഡ്രസ്സ് ഇവിടെ തെറ്റാതെ കൊടുക്കുക കോളേജിൻ്റെ. അടുത്തെന്ന് പറയുന്നത് ഡെസിഗ്നേറ്റഡ് ലേണിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ ഓരോ കോളേജിനും ഓരോ DLA നമ്പർ കാണും, ആ നമ്പർ ഇവിടെ കൊടുക്കുക. ഓക്കെ, ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് കിട്ടത്തില്ല, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും എനിക്ക് തോന്നുന്നു കാനഡയിൽ പഠിക്കാൻ വരുന്ന എല്ലാവരും DLA കോളേജിലായിരിക്കും പഠിക്കുന്നതെന്ന്. പിന്നെ നിങ്ങളുടെ സ്റ്റുഡൻ്റ് ഐഡി ഇവിടെ കൊടുക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡ്യൂറേഷൻ ഓഫ് എക്സ്പെക്ടഡ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ ഫ്രം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഇന്നാണ് ഫോം ഫില്ല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നാളത്തെ ദിവസം കൊടുക്കുക. അതായത് ഇപ്പം ഇതിനകത്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ ഫോം ഫില്ല് ചെയ്തത് ജൂൺ 9-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജൂൺ 10 കൊടുത്തു. 10 കൊടുത്തിട്ട് പിന്നെ 2 എന്ന് പറയുന്നത് നമ്മുടെ നിലവിലുള്ള സ്റ്റഡി പെർമിറ്റ് എക്സ്പയർ ഡേറ്റ് ഉണ്ടല്ലോ, അത് എന്നാണ് എക്സ്പയർ ആവുന്നുള്ളതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ദ സ്റ്റഡീസ് വിൽ ബി. അപ്പോൾ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് നെക്സ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ട്യൂഷൻ ഫീസ് എത്രയാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി കാണും, എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ട്യൂഷൻ ഫീസ് ഓഫർ ലെറ്ററിൽ കാണും, അത് ഇവിടെ തെറ്റാതെ കൊടുക്കുക. ആക്ച്വലി ഈ എമൗണ്ട് തന്നെ നിങ്ങൾ ആ ക്ലയൻറ്റ് ഇൻഫർമേഷനകത്ത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇപ്പോൾ നിങ്ങൾ ഫീസ് പേ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഈ എമൗണ്ട് അത്രയും തന്നെ നിങ്ങൾ ആ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനകത്ത്
വെക്കാൻ ശ്രമിക്കുക. ഇതിനെക്കാട്ടി കുറച്ച് കൂടുതൽ തന്നെ വെക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം നെക്സ്റ്റ് സെമസ്റ്ററിലേക്കുള്ള ഫീസാണ് ഇത്രയും. ഇത് നിങ്ങളെ കൊണ്ട് അടയ്ക്കാൻ പറ്റുമെന്ന് കാനഡ ഗവൺമെന്റ് ബോധ്യപ്പെടുത്തണം. അപ്പം ഇവിടെ കണ്ടില്ലേ, എനിക്ക് വേണ്ട ട്യൂഷൻ ഫീസ് എന്ന് പറയുന്നത് 7625 ദ ഫണ്ട്സ് അവൈലബിൾ ഫോർ മൈ സ്റ്റേ CAD. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൽ കൂടുതൽ പൈസ ഉണ്ട്. ഓക്കെ, ഇത്രയും എമൗണ്ട് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എഴുതുന്ന അതേ എമൗണ്ട് തന്നെ നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വെക്കാൻ നേരം കാണണം. ഇതും അതും തമ്മിൽ ഒരിക്കലും ഒരു $100 കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലായിരിക്കും. പക്ഷെ എന്നാലും ഇവിടെ ഇപ്പോൾ 10,000 വെച്ചിട്ട് അക്കൗണ്ടിൽ 1000 കാണിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈ എക്സ്പെൻസ് ഇൻ കാനഡ വിൽ ബി പെയ്ഡ് ബൈ മൈസെൽഫ്. ഇപ്പം നിങ്ങളുടെ പേരൻസ് ഉണ്ടെങ്കിൽ പേരൻസിന് വെക്കാം. നാട്ടിലാണ് ഫണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നാട്ടിൽ കാണിക്കാം, ഒന്നും പ്രശ്നമില്ല. അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇപ്പോൾ അതേഴ്സ് കൊടുത്തിട്ട് ഇവിടെ അതേഴ്സ് എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ മതി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻ അഡീഷൻ ടു സ്റ്റഡി പെർമിറ്റ് ആർ യു ആൾസോ അപ്ലൈങ് ഫോർ എ വർക്ക് പെർമിറ്റ്. ഇതെന്ന് പറയുന്നത് കോപ്പ് ഉള്ളവർക്കാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് വർക്ക് പെർമിറ്റ് മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ കോപ്പിന് നമ്മൾ അവിടുത്തെ ആ ക്വസ്റ്റ്യൻ ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് എസ് കൊടുത്തിട്ട് നിങ്ങൾ വർക്ക് പെർമിറ്റോട് മേടിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ എസ് എന്നുള്ളത് ടിക്ക് ചെയ്യണം. ഈ കേസിൽ സ്റ്റഡി പെർമിറ്റ് മാത്രം എക്സ്റ്റെൻഡ് ചെയ്യുന്നുള്ളൂ. ഈ പറഞ്ഞ കുട്ടുപ്പാപ്പന് വർക്ക് പെർമിറ്റിന്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നോ കൊടുത്തത്. നേരെ താഴെ വന്നിട്ട് എഡ്യൂക്കേഷൻ ആണ്. ഹാവ് യു ഹാഡ് എനി പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് യൂണിവേഴ്സിറ്റി, കോളേജ് ഓർ അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ്. ഓക്കെ, നമ്മൾ എന്തായാലും നാട്ടിൽ എന്തെങ്കിലും പഠിച്ചിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നേക്കുന്നത്, ഡിഗ്രി കാണും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എസ് കൊടുക്കുക. എന്നിട്ട് നാട്ടിൽ പഠിച്ച കോളേജിന്റെ ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ഫ്രം കൊടുത്തു. 2010 തൊട്ട് പഠിച്ചു, 2014 വരെ പഠിച്ചു. ഒരു 4 വർഷം എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്. പിന്നെ TKM കോളേജിനാണ് പഠിച്ചത്, കൊല്ലം, ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ഏത് കോളേജിനാണ് നാട്ടിൽ പഠിച്ചതെന്നുള്ളത് അതിവിടെ കൊടുക്കുക. തൊട്ട് താഴെ എന്ന് പറയുന്നത് എംപ്ലോയ്മെന്റ് ആണ്. ഈ കേസിൽ ഒത്തിരി പേർക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് നമ്മൾ എംപ്ലോയ്മെന്റ് ഇപ്പോൾ ചോദിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ജോലിയെ പറ്റിയാണ് ചോദിക്കുന്നത്. അല്ല, ജോലിയെ പറ്റി അല്ല ചോദിക്കുന്നത്. ഇപ്പോൾ കാനഡയിൽ നിങ്ങൾ ആദ്യം ഒരു കോഴ്സ് പഠിച്ചെന്ന് വെച്ചോ. അപ്പോൾ ആ കോഴ്സ് ഉണ്ടല്ലോ, ഫ്രം എന്ന് പറയാൻ നിങ്ങൾ കാനഡയിൽ വന്നത്. അപ്പോൾ ആ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത് കാനഡയിൽ വന്നിട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ആ ഇയർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 2021 വന്നു, 9ാം മാസം സെപ്റ്റംബറിൽ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത്. സ്റ്റാർട്ട് വെച്ചാൽ സ്റ്റഡിങ് ഓട്ടോ ബോഡി റിപ്പയർ ടെക്നിക്സ് 1 ഇയർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം. അപ്പോൾ ഇങ്ങനെ ഒരു കോഴ്സ് ഫാഷൻ കോളേജിലുണ്ട്. ഈ കോഴ്സാണ് പുള്ളി പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ കോഴ്സ് ഏതാണെന്നുള്ളത് അതല്ല, നിങ്ങൾ ആൾറെഡി കംപ്ലീറ്റ് ചെയ്ത കോഴ്സ്. അല്ലെങ്കിൽ നിങ്ങളിപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളൊരു ലാസ്റ്റ് സെമസ്റ്റർ ഒക്കെ ആകുമ്പോഴാണല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആ ലാസ്റ്റ് സെമസ്റ്ററിന്റെ ഡീറ്റെയിൽസ് ഇവിടെ പറയുക. അപ്പോൾ 2 കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുക, കോഴ്സ് തീർന്നിട്ടില്ല. അപ്പം ആ കോളേജിന്റെ സിറ്റി ടൗൺ എന്ന് പറയുന്നത് ലണ്ടൻ ആണ്, കൺട്രി കാനഡയാണ്, ഒണ്ടാരിയോ ആണ്. ഇത്രയും കാര്യങ്ങൾ കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു ഡേറ്റ് കൊടുത്ത് 2023, നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇപ്പോൾ 2 കോഴ്സ് പഠിച്ചിട്ടുണ്ടെന്ന് വെച്ചോ. ഇപ്പോൾ ആദ്യത്തെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തെ കോഴ്സിൽ ഫസ്റ്റ് സെമസ്റ്ററും സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത സെമസ്റ്ററിലേക്കുള്ള സ്റ്റഡി പെർമിറ്റ് ഇല്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം, രണ്ടാമത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യുന്നത്, സ്റ്റഡി പെർമിറ്റിന് എക്സ്റ്റെൻഡിന് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആൾറെഡി ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം നമ്മൾ ഫ്രമും 2ഉം കൊടുക്കുക. ഇവിടെ ചെയ്തേക്കുന്നത് പ്രാക്ടിക്കൽ എലമെന്റ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, 1 ഇയർ പ്രോഗ്രാമാണ്. അത് ഫാൻഷോ കോളേജിലാണ്. അപ്പോൾ പുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ എംപ്ലോയ്മെന്റ് കൊടുക്കരുത്. അതായത് നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫുൾ ടൈം ചെയ്യുന്നുണ്ട്, അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒന്നുമല്ല ചോദിക്കുന്നത്. നിങ്ങൾ സ്റ്റഡി പെർമിറ്റ് ആണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സ്റ്റഡി ചെയ്ത് ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. താഴെ വരുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ആണ്. ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക. ഒരിക്കലും ഞാൻ ഈ കൊടുത്തേക്കുന്നത് എസും നോയും നോക്കിയിട്ട് നിങ്ങൾ എസും നോയും കൊടുക്കരുത്. ഇത് കംപ്ലീറ്റ് വായിച്ചു നോക്കുക. എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത് വിത്തിൻ ദ പാസ്റ്റ് 2 ഇയർ ഹാവ് യു ഓർ എ ഫാമിലി മെമ്പർ എവർ ഹാഡ് എ ട്യൂബർകുലോസിസ് ഓഫ് ദ ലങ്സ് ഓർ ബീൻ ഇൻ ക്ലോസ് കോൺടാക്ട് വിത്ത് എ പേഴ്സൺ വിത്ത് ട്യൂബർകുലോസിസ്. അപ്പം നിങ്ങളുടെ ഫാമിലി ആർക്കെങ്കിലും ഈ TB എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ അവിടെ നോ കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡു യു ഹാവ് എനി ഫിസിക്കൽ ഓർ മെന്റൽ ഡിസോർഡർ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഇത് വായിച്ചു നോക്കുക. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അടുത്തെന്ന് പറയുന്നത് ഹാവ് യു എവർ റിമെയിൻഡ് ബിയോണ്ട് ദ വാലിഡിറ്റി ഓഫ് യുവർ സ്റ്റാറ്റസ്. ഇത് ചിലർക്ക് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം നിങ്ങളുടെ സ്റ്റാറ്റസ് എക്സ്പയർ ആയി പോയതിന് ശേഷം നിങ്ങൾ കാനഡ നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ റീസ്റ്റോറേഷൻ സ്റ്റാറ്റസിലോട്ടൊക്കെ മാറുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ലെസ് കൊടുത്തിട്ട് നിങ്ങളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നോ ആണ് കൊടുക്കുന്നത്. ഇവിടെ എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇവിടെ നോ കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഹാവ് യു എവർ ബീൻ റിഫ്യൂസ്ഡ് വിസ ഓർ എ പെർമിറ്റ് ഡിനൈഡ് എൻട്രി ഓർ ഓർഡർ ടു ലീവ് കാനഡ ഓർ എനി അതർ കൺട്രി ഓഫ് ടെറിട്ടറി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കേസിൽ നിങ്ങൾ ഫസ്റ്റ് ടൈം നമ്മൾ കാനഡയ്ക്ക് സ്റ്റഡി പെർമിറ്റ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, വിസ റിജക്ഷൻ ആയെന്ന് വെച്ചോ. അങ്ങനെ ഒത്തിരി പേർക്ക് സംഭവിക്കാറുണ്ട്. അവർ വീണ്ടും റീ അപ്ലൈ ചെയ്തിട്ടാണ് വിസ മേടിക്കുന്നത്, എന്നിട്ടാണ് കാനഡയിലേക്ക് വരുന്നത്. അപ്പോൾ 1 ടൈം നിങ്ങൾക്ക് വിസ റിജക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും കള്ളം പറയാൻ പാടില്ല. ഇവിടെ എസ് കൊടുത്തിട്ട് ഇവിടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ നോ ആണ് കൊടുക്കുന്നത്. എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ക്വസ്റ്റിനകത്ത് ഞാൻ പറയാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാവ് യു പ്രീവിയസ്ലി അപ്ലൈഡ് ടു എൻ്റർ ഓർ റിമെയിൻ ഇൻ കാനഡ. എസ് ആണ്, കാരണം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 2ന്റെ സിയുടെ ആൻസർ ആണ് കൊടുക്കുന്നത്. ഹാവ് യു പ്രീവിയസ്ലി അപ്ലൈഡ് ടു എൻ്റർ ഓർ റിമെയിൻ ഇൻ കാനഡ. അപ്പോൾ നമ്മൾ എസ് കൊടുത്തത്, കാരണം നമ്മൾ നാട്ടിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി പെർമിറ്റിന്. ഓക്കെ, അപ്പോൾ സി കൊടുത്തു. അപ്ലൈഡ് ഫോർ എ സ്റ്റുഡൻറ്റ് വിസ ഫ്രം ഇന്ത്യ ആൻഡ് റിസീവ്ഡ് എ സ്റ്റഡി പെർമിറ്റ് ഇൻ കാനഡ. അപ്പോൾ നിങ്ങളുടെ കേസിൽ ഇപ്പോൾ വിസ റിഫ്യൂസൽ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിവിടെ കൊടുക്കുക, എസ് കൊടുത്തിട്ട് ഇപ്പോൾ 2ന്റെ ബി എന്ന് പറഞ്ഞിട്ട് എഴുതുക. ബി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് റിഫ്യൂസൽ വന്നു, വീണ്ടും റീ അപ്ലൈ ചെയ്തു, അപ്രൂവൽ ആയെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. സിമ്പിൾ സാധനമാണ്,
നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാവ് യു എവർ കമ്മിറ്റഡ് ബീൻ അറസ്റ്റഡ് ഫോർ ഓർ ബീൻ ചാർജ്ഡ് വിത്ത് ഓർ കൺവിക്റ്റഡ് ഓഫ് എനി ക്രിമിനൽ ഒഫൻസ് ഇൻ എനി അതർ കൺട്രി. അപ്പോൾ ഇന്ത്യയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും നിങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുത്തിട്ട് അതിന്റെ റീസൺ എഴുതുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഡ് യു സെർവ് ഇൻ എനി മിലിറ്ററി ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചു നോക്കുക. അപ്പോൾ മിലിറ്ററിയിൽ എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എസ് കൊടുത്തിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഞാൻ ഇവിടെ നോ ആണ് കൊടുത്തത്. നേരെ താഴെ വരിക, ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കണ്ടിന്യൂഡ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർ യു ഓർ ഹാവ് യു എവർ ബീൻ എ മെമ്പർ ഓർ അസോസിയേറ്റഡ് വിത്ത് എനി പൊളിറ്റിക്കൽ പാർട്ടി. അപ്പോൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട ഞാൻ കൂടുതൽ വായിച്ച് ഞാൻ വീഡിയോ ലെങ്തി ആയി പോകും. ഓക്കെ, നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അത് എസ് ആണെങ്കിൽ എസ് കൊടുക്കുക, നോ ആണെങ്കിൽ കൊടുക്കുക. ഞാൻ നോ കൊടുത്തു. മോസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് എല്ലാവർക്കും നോ ആയിരിക്കും, ഞാൻ അതുകൊണ്ട് നോ കൊടുത്തു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാവ് യു എവർ വിറ്റ്നസ്ഡ് ഓർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ഇൽ ട്രീറ്റ്മെന്റ് ഓഫ് പ്രിസണേഴ്സ് ഓർ സിവിലിയൻസ്. ഓക്കെ, നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക. ഞാൻ നോ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇതെല്ലാം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് പറയുന്നത് ഡു യു കൺസേൺ ടു ബി കോൺടാക്റ്റഡ് ബൈ CIC. ഇതെന്ന് പറയുന്നത് നിങ്ങൾ എസ് കൊടുത്താലും നോ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, ഇത് മാൻഡറ്ററി ഒന്നുമല്ല. നിങ്ങൾ എസ് കൊടുക്കുകയാണെങ്കിൽ ഒരു റിവ്യൂവിന് വേണ്ടിയിട്ട് പിന്നെ അവർക്കൊരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നുള്ളതാണ്. ഞാൻ ഇവിടെ നോ ആണ് കൊടുത്തത്. താഴെ വന്നിട്ട് സിഗ്നേച്ചർ ഓഫ് ദ ആപ്ലിക്കന്റ്. അപ്പോൾ നിങ്ങളുടെ സിഗ്നേച്ചർ കൊടുക്കുക. ഓർ പേരന്റ് ലീഗൽ ഗാർഡിയൻ. ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ കേസ് വരുവാണെങ്കിൽ നിങ്ങൾ ലീഗൽ ഗാർഡിയൻ ആണ്, പേരന്റ് ആണ്. അപ്പോൾ അവരുടെ സിഗ്നേച്ചർ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് സിഗ്നേച്ചർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 18 വയസ്സിൽ താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾ പേരന്റ് സിഗ്നേച്ചർ ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കും ഈ സെയിം രീതി തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ കേസിൽ സ്റ്റുഡന്റ് ആണ്, നമ്മളാണ് സ്റ്റുഡന്റ്, നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിപ്പാപ്പന് കൊടുത്തു. ഡേറ്റ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ഇന്നാണ് സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നാളത്തെ ഡേറ്റ് ഒന്നും കൊടുക്കരുത്, തലേ ദിവസം ഡേറ്റേ കൊടുക്കാവൂ. കാരണം സിഗ്നേച്ചറൊക്കെ നേരത്തെ ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് മറന്നു പോകാൻ പാടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വാലിഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒന്ന് സേവ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി പോയാൽ സേവ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാച്ചിൻ്റെ സിമ്പിൾ വരും. അത് ഒന്നും ചെയ്യരുത്, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, അത് സേവ് ആകുന്നതാണ്. ഇത് നമ്മൾ വാലിഡേറ്റ് ചെയ്യുക. വാലിഡേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വാച്ചിൻ്റെ സിമ്പിൾ വരും, വെയിറ്റ് ചെയ്യുക. വാലിഡേഷൻ കംപ്ലീറ്റ് സക്സസ്ഫുള്ളി. ഇപ്പോൾ നിങ്ങൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട്, ഇപ്പോൾ ഡേറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും വാലിഡേറ്റ് ആവത്തില്ല. അപ്പോൾ അവിടെ നേരെ ഒരു ഇതുപോലെ കാണിക്കും. നമ്മൾ അവിടെ ചെന്നിട്ട് വീണ്ടും അത് കറക്റ്റ് ചെയ്തിട്ട് വേണം വീണ്ടും വാലിഡേറ്റ് ചെയ്യാൻ. അപ്പോൾ ഓക്കെ അടിക്കുക. അപ്പോൾ വീണ്ടും വാച്ചിൻ്റെ സിമ്പിൾ കാണിക്കും. അപ്പോൾ കണ്ടോ ഈ ബാർകോഡ് വന്നുണ്ടോ. ഈ ബാർകോഡ് വരാത്തിടത്തോളം കാലം നിങ്ങളുടെ ഈ ഫോമിന് എന്തോ പ്രശ്നമുണ്ടെന്നാണ്. അപ്പോൾ ഈ ബാർകോഡ് വരണം. ബാർകോഡ് വന്നിട്ട് മറന്നു പോകരുത്, വീണ്ടും സേവ് ചെയ്യുക. സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ റിനെയിം ഒന്നും ചെയ്യരുത്. ഈ ഫോമിന്റെ പേര് ഒരിക്കലും മാറാൻ പാടില്ല. ഇത് തന്നെ ആയിരിക്കണം എൻ്റെ പേര്. IMM 5709 എന്ന് പറഞ്ഞ ഫോം തന്നെ ആയിരിക്കണം. പേരൊന്നും മാറ്റി സേവ് ചെയ്യരുത്, നിങ്ങളുടെ പേരൊന്നും ആഡ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ ഇത് വാലിഡേറ്റ് ആയി, സേവ് ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഫോം ഫില്ല് ചെയ്യുന്നതായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ ചോദിക്കുക, ഞാനത് റിപ്ലൈ തരുന്നതായിരിക്കും. വളരെയധികം സിമ്പിൾ ആണ്. അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി കണ്ടു നോക്കുക. സ്റ്റഡി പെർമിറ്റ് കിട്ടിയതിന് ശേഷം TRVക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, പിന്നെ വർക്ക് പെർമിറ്റ് എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഓരോരുത്തർക്കും, ഇൻഡിവിജ്വൽ ആയിട്ടുള്ളവർക്കും ഫാമിലി ആയിട്ടുള്ളവർക്കും സ്പൗസിന് സെപ്പറേറ്റ്, കുഞ്ഞുങ്ങളുള്ളവർക്ക് ഫാമിലി ആയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.